ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബിൾസ് വേഡിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നാട്ടിൽ നിന്ന് മാറി വരികയാണെങ്കിലും എനിക്കൊരു പാഴ്സൽ എന്തായിട്ട് ഉണ്ടാവും. അപ്പം അമ്മ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ പ്രാവശ്യം കൊടുത്തയച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആള് അച്ഛൻ മലയ്ക്ക് പോയി വന്നപ്പോൾ ഉള്ള പ്രസാദം കാര്യങ്ങളും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെറിയ മോനെ സ്കൂളിലൊക്കെ പോയി പിക്ക് ചെയ്ത് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് വീട്ടിലുള്ള പഴം, ഓമക്കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഫോൺ വിളിച്ചിട്ട് ചോദിച്ച അമ്മ അതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാം, ഇത് ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും പറയാതിരുന്നത്. ഞാനെന്താ വിചാരിക്കണം, മറ്റുള്ളവരുടെ അടുത്ത് ബുദ്ധിമുട്ടിക്കേണ്ട, ഇതൊക്കെ പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ലേ എന്ന്. അപ്പം എന്നോട് പറയാ, ചീത്ത പറയിച്ചിട്ട് ഞാൻ പറയാതിരുന്നത്. അല്ലാതെ അമ്മ ഉണ്ടാക്കിയ ഓമക്ക മരത്തിന് മുകളിൽ നിന്ന് വലിയ വലിയ ഓമക്കായകളുണ്ടായിട്ട് എല്ലാവരും പൊട്ടിച്ചുകൊണ്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കണമുണ്ട്. അപ്പം അവൾക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ. ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ മുന്നത്തെ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോഴേക്ക് ഒരു കഷ്ണം കിട്ടി ഓമക്കായ. ആദ്യം എനിക്ക് വേണ്ടയ്ക്ക് ഓൾറെഡി ഓമക്കായ ഇഷ്ടമില്ല, തീരെ ഇഷ്ടമില്ലാത്തത് തന്നെ. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഈ ഇത് ഇവിടെ ഉണ്ടായതാണ്, അമ്മ ഉണ്ടാക്കിയാണ്, ഒരു കഷ്ണം കഴിച്ചു നോക്കുന്ന പറഞ്ഞ് തന്നപ്പോൾ ഞാൻ ഒരു കഷ്ണം. പക്ഷെ എന്തൊരു മധുരമായിരുന്നേ, ഭയങ്കര മധുരമായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന സംഭവം. ഓമക്കായ എനിക്ക് അധികം ഇഷ്ടമില്ല, പക്ഷെ ഞാൻ കഴിക്കാറുണ്ട്. പച്ചയൊക്കെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെയൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ പഴുത്തതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ ചിലതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്ന് അധികം മധുരമില്ല, ഇങ്ങനെ കളുകൾ ഇങ്ങനെ ഈറ്റുള്ളതും മധുരമില്ലാത്തതും ഒരു പുളിപ്പും മധുരമൊക്കെ ചേർന്നിട്ടുള്ളൊരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അമ്മ നിർബന്ധിച്ചപ്പോൾ ഞാനൊരു പീസ് കഴിച്ച്. പക്ഷെ അതിൻ്റെ ഒരു പകുതി ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാവരും കൊടുത്തിട്ട് ഒരു ചെറിയ പീസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നാലും നിർബന്ധിച്ചിട്ട് കഴിച്ചപ്പോൾ ഞാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇവിടേക്ക് വന്നിട്ട് അങ്ങനെ വർത്താനം പറയുന്നതിലേക്ക് അമ്മ ഓമക്കായ ഉണ്ടായി എന്നൊക്കെ ഓമക്കായപ്പയ്ക്ക് കൃഷി, അങ്ങനെ ഓരോ കൃഷികൾ മുപ്പത്തേര് ചെയ്യും. അപ്പം ഓരോന്നുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക, വേപ്പില, മുളക്, ചീനമുളക് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപ്പിലിട്ട് വയ്ക്കുക. അതൊക്കെ തന്നെ നമ്മുടെ പരിപാടി. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് പൊട്ടിച്ച് തീർന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞേ, ഞാൻ ഇല്ലാത്തപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കൊടുക്കും, എനിക്ക് മാത്രം തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി പറ്റി പോലെ. ഇപ്പോൾ നമ്മൾ എല്ലാവരും അമ്മമാരോട് പരാതി പറയണ പോലെ എനിക്ക് മാത്രം തന്നില്ല. പച്ച ഉപ്പേരിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും കൊടുത്തില്ല, ഞാനുള്ളപ്പോൾ മാത്രം വന്നാൽ അത് കഴിഞ്ഞെന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പരാതി പറ്റി കണ്ട് തുറന്ന്. അപ്പോൾ മുപ്പത്തേര് അത് കഴിഞ്ഞുണ്ട്. പ്രാവശ്യം എൻ്റെ അനിയെന്ന് പറഞ്ഞാൽ സുനിയേട്ടൻ്റെ മാമൻ്റെ വരുമ്പോൾ കൊടുത്തയച്ചിട്ടുണ്ട്. അവ പറയും, ഞാൻ വിളിച്ച് ചോദിച്ചാൽ പറയാം, എല്ലാവർക്കും കഴിക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയത്, പക്ഷെ അനക്ക് മാത്രം കിട്ടില്ല, എപ്പോഴും കിട്ടില്ല. അപ്പം അമ്മ ഉണ്ടാക്കിയല്ലേ, അതുകൊണ്ട് ഇജിനെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫീലിങ്ങിൽ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അപ്പം അമ്മമാരുള്ള സമയത്ത് തന്നെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എടുത്ത് വെക്കാനും അവരെന്തായാലും എടുത്ത് വയ്ക്കും. അങ്ങനെ ഞാൻ അവിടുന്ന് വിളിച്ചിട്ട് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, നാട്ടിലെല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷേ ഞാൻ അവിടുന്ന് മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അത് വേണ്ട അമ്മ, ഇത് വേണ്ട കാര്യങ്ങളൊക്കെ. എന്നാലും അവിടെ ഉണ്ടായി ഓർമ്മ അല്ല കഴിക്കുന്നു പിക്കിൻ്റെ ഒരു ഇങ്ങോട്ട്. ഞാനും അമ്മയും നന്നായിട്ട് തല്ലുകൂടൊക്കെ ചെയ്യൂട്ടാ. എന്താ പറയുക, എപ്പോഴും വർത്താനം, ഞങ്ങൾ നല്ല ഫ്രണ്ട്സുകളെ പോലെ തന്നെ. എന്നാൽ എന്തെങ്കിലും നെറ്റുണ്ട്, ചീത്ത പറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതപ്പോഴേക്കപ്പോൾ അത് തീരുകയും ചെയ്യും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴത്തേനും മാങ്ങയുടെ കാലൊക്കെ ചെയ്യുമ്പം മാങ്ങ പൊട്ടിച്ച് ഇങ്ങനെ നിറച്ചും അച്ചാറുകൾ, ഉപ്പിലിട്ട ഒരു സെക്ഷൻ, വലിയ മാങ്ങ അങ്കേറ്റ് മുഴുവനായിട്ട് ഉപ്പിലിട്ടത് ഒരു സെക്ഷൻ ഉണ്ടാവും. അതുപോലെ കണ്ണിമാങ്ങ ഉണ്ടാവില്ലേ, അതൊരു സെക്ഷനാക്കി എടുത്ത് വെച്ചിട്ടുണ്ടാവും. അച്ചാർ ചെത്തിയിട്ടൊക്കെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ആ അച്ചാറുകൾ പല തരത്തിലുണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും.
പിന്നെ മുളകില്ലേ, ഈ ചീനമുളക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാമ്പയ്ക്കല്ലേ, ചാമ്പയ്ക്ക് ഉപ്പിലിട്ട് വെച്ചിട്ട് മേമ കൊണ്ടിരുന്ന് അമ്മയ്ക്ക് കൊടുക്കും. ഇരുമ്പാമ്പുളിങ്ങി ഉപ്പിലിട്ടിട്ട് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇതൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ നാട്ടിൽ വെക്കേഷന് പോകുമ്പോൾ കിച്ചണിലൊരു സോക്കേഴ്സ് ഉണ്ട്, അതിൽ നിറച്ച് ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് അച്ചാറുണ്ടാക്കിയിട്ട് ഉള്ളത് നിറച്ച് വെച്ചിട്ടുണ്ടാവും എനിക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മുപ്പത്തേക്ക് ഇങ്ങോട്ട് കൊടുത്തയക്കും ചെയ്യൂട്ടോ അമ്മ. അധികം കുഞ്ഞിടപ്പയിലൊക്കെ ആക്കിയിട്ടും ഞാൻ പറയുമ്പോൾ മറ്റുള്ളവരങ്ങനെ ഇതാക്കണ്ട, പൊട്ടിയിട്ടൊക്കെ പോവുകയും ചെയ്യും, അവർക്കും ബുദ്ധിമുട്ടാകും. അപ്പോൾ വേണ്ട, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഒക്കെ റെഡിയാക്കി ഇങ്ങനെ എടുത്ത് വയ്ക്കുക അമ്മ. ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ അമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നും അറിയണ്ട. ഇവിടെ നമ്മൾ ഫ്ലൈറ്റ് കയറി അവിടെ ഇറങ്ങി നേരെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എങ്ങനെയാണോ എങ്ങനെയാണോ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങളെല്ലാം അമ്മ വാങ്ങിച്ചിട്ട് റേക്കയിൽ ഒതുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പച്ചക്കറി സാധനങ്ങൾ എന്താ വേണ്ട എല്ലാ സാധനങ്ങളും വെജിറ്റബിൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ്, കുട്ടികൾക്ക് ഫ്രൂട്ട്സ്, പിന്നെ സലാഡ് ഉണ്ടാക്കുക, കക്കറി അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒരു സെക്ഷൻ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പലചരക്ക് സാധനങ്ങൾ ഒക്കെ ഡപ്പകൾ കഴുകി വൃത്തിയാക്കി കയ്യിലാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ചെന്ന പിറ്റേ ദിവസം ബുദ്ധിമുട്ടുണ്ടല്ലോ വെച്ചിട്ട് മാവ് ആട്ടി വെച്ചിട്ടുണ്ടാവും അമ്മ, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ ചെന്ന എപ്പോഴാണ് ഞാൻ വീട്ടിലെത്തണ്, അത് കഴിഞ്ഞ് രാത്രിയിലെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം കുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും അമ്മയ്ക്ക് കൊടുത്തയച്ച്. ഇപ്പം ഇന്നാൾ കൊടുത്തയച്ച് ഗുരുവായൂർ പോയപ്പോൾ ഗുരുവായൂർ പപ്പടം വാങ്ങിച്ചിട്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്ന ആൾക്കാർ, അപ്പോൾ അവരെടുത്ത് ഗുരുവായൂർ പപ്പടം കൊടുത്തയച്ച്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ വരുമ്പം എനിക്ക് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടാവും. കേടുവരാത്ത സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യില്ലെങ്കിൽ ഞാൻ അവിടെ ഉപയോഗിക്കുകയും ചെയ്യും നാട്ടിൽ. അങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കേഷനും ദീപാവലി വെക്കേഷനും പിന്നെ നമ്മുടെ മെയ്യിൽ നമ്മൾ പോവുക, ഏപ്രിൽ ലാസ്റ്റായിട്ട് കുട്ടികളുടെ സ്കൂളിൽ കൂട്ടി കഴിഞ്ഞാൽ ആ സമയത്താണ് പോവുക. അപ്പോൾ എനിക്ക് കേടുവരാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിലും അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്താ ഇപ്പൊക്കെ അമ്മ അവിടെ ഉണ്ടായിട്ട് വീട്ടിൽ വാഴകൾ നിറച്ചുണ്ട്. അപ്പം അതിൽ കൊല ഉണ്ടായിട്ട് എല്ലാവർക്കും കൊടുത്ത്, പിന്നെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോനെ വാഴ ഉണ്ടാകുമ്പോൾ കുലച്ചിട്ട് എപ്പോഴും പഴം ഇങ്ങനെ വീട്ടിലുണ്ടാവും. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഇതെല്ലാം അനിയത്തിക്കും എല്ലാവർക്കും ചുറ്റുപാടുള്ളവർക്കും എല്ലാവർക്കും കൊടുത്താൽ 30 എനിക്ക് മാത്രം കിട്ടുന്നില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ കളിക്ക് പറയുകയും ചെയ്യും, ഞാൻ നിങ്ങൾ പഴം കഴിച്ചോളേ, അങ്ങനെ ഇങ്ങനെ എനിക്കൊരു കഷ്ടം തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് മിണ്ടാണ്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചിരിക്കുക. എനിക്കിവിടെ പഴം കിട്ടും, കൊടുത്തയക്കിട്ട് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട അമ്മയ്ക്ക് കിട്ടും, ഞാൻ വെറുതെ പറഞ്ഞിട്ടാന്ന് പറയും. പക്ഷെ ആട് കൊടുത്തയച്ചിരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരും, കാരണം ഇവിടെ നിന്ന് പോകുമ്പോൾ ലഗേജ് കൂടുതലുണ്ടെങ്കിൽ വരുമ്പോൾ തുണികളൊക്കെ കുറേയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് വയ്ക്കും. പിന്നെ ആവശ്യമുള്ള തുണികൾ മാത്രമേ കൊണ്ടുവരുള്ളൂ. ബാക്കി നമുക്ക് ഒരു 10-15 കിലോ 4 ആളുണ്ടല്ലോ, അപ്പോൾ അതിലൊതുങ്ങിയിട്ടുള്ള ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പെട്ടിയിലാക്കി കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവരുന്ന എനിക്ക് ബുദ്ധിമുട്ടില്ല, എനിക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. പക്ഷെ അത് മറ്റുള്ളൊരു ബുദ്ധിമുട്ടിച്ച് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ വേണ്ട വേണ്ടെന്ന് പറയുന്നത്. പക്ഷെ മുണ്ടാണ്ട് കൊടുത്തയച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ മൂടി വെച്ചിട്ടൊക്കെ ഉണ്ട്, ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഉറുമാമ്പഴല്ലേ, നമ്മുടെ ഉറുമാമ്പഴം അതാണിത്, മനസ്സിലായ കൊടുത്തയച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. എന്ത് ഉറുമാമ്പഴം ഇതാ. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? ഉറുമാമ്പഴം തന്നെയല്ലേ പറയുക? ഞങ്ങളുടെ നാട്ടിൽ ഉറുമാമ്പഴം എന്ന് പറയുക. ഇത് പഴുത്തിരിക്കുന്ന, ഇത് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഞെങ്ങുണ്ട്, പക്ഷെ വല്ലാണ്ട് ഇതായിട്ടില്ല. ഇത് കൊടുത്തയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിറച്ചുണ്ട്, ഇതിനെക്കാട്ടും വലുതാവും കേട്ടോ. ഇപ്പൊക്കെ കുഞ്ഞതായിട്ട്, ആദ്യമൊക്കെ ഉണ്ടാവുന്നതൊക്കെ വലിയ വലുത്. ഇത് ലാസ്റ്റായിട്ട് ഉണ്ടാവുന്നതാണ് ഇങ്ങനെ കുഞ്ഞതായിട്ട്, ഇതിനെക്കാട്ടും വലുത്. ഈ ഓമക്കായുടെയൊക്കെ അത്ര പോകുന്നത് ആയിട്ടുണ്ടാവും.
ഉമ്മാമ്പഴം. പിന്നെ ഓമക്കായ അമ്മ ഉണ്ടാക്കിയ ഓമയുടെ മുകളിൽ ഇതിനെക്കാട്ടും വലുതാണ് ഉണ്ടായിരുന്നത് ഓമക്കായ. വലിയ വലിയ ഓമക്കായകളായിരുന്നു. നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുമ്പോൾ നീളം പോലത്തെ ഒരു ഓമക്കായ ഉണ്ടല്ലോ, അതുപോലത്തെ ഓമക്കായ ആയിരുന്നു. ഇപ്പം അത് കഴിഞ്ഞ് തുടങ്ങുമ്പോൾ പിന്നെ ചെറുതല്ലേ ഉണ്ടാവുക, അങ്ങനത്തെയാണ്. 3 കൊടുത്തയച്ചിരിക്കുന്ന ആള്. അച്ഛൻ മലയിൽ നിന്ന് കൊടുന്ന പ്രസാദങ്ങളാട്ടാ. നോക്കിയ പഴം കൊടുത്തയച്ചിരിക്കുന്ന. ഒരു പ്രാവശ്യം ഞാൻ പീടികയിൽ പോയപ്പോൾ, ഇവിടെ കടയിൽ പോയപ്പോൾ നേന്ത്രപ്പഴം വാങ്ങി തന്നപ്പോൾ 1 കിലോന്, അപ്പോൾ അമ്മയുടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണിട്ട് സംസാരിച്ചിട്ട് തന്നെ ഞാൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു 1 കിലോ പഴത്തിന് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ മലയാളീസിൻ്റെ കടയാണ്. അപ്പോൾ അവർ പറഞ്ഞ് 100 രൂപ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു നാട്ടിലൊക്കെ 40 രൂപ ഏറ്റുള്ളൂ ഇതിന് എന്ന് പറഞ്ഞേ. പക്ഷെ അത് കൊടുത്തയക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം കൊടുത്തയച്ചിരിക്കുകയാണ് ഇപ്പം അത്. പിന്നെ ഇതൊക്കെ പഴം, വീട്ടിലുണ്ടായ പഴമാണിത് എനിക്ക് കൊടുത്തയച്ചിരിക്കുന്നത് അതല്ലേ. പിന്നെ ഇത് അച്ഛൻ മലയ്ക്ക് പോയി വരുമ്പോൾ കൊടുന്നിട്ടുള്ള അരവണപ്പായസം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് പൊട്ടിക്കട്ടെ കേട്ടെ. ഇത് ഇപ്പം ഞാൻ ആ കവർ പൊളിച്ചപ്പോൾ ഇത് അച്ഛൻ മലയിൽ നിന്ന് കൊടുന്നിട്ടുള്ള പ്രസാദാട്ടാ എനിക്ക് കൊടുത്തയച്ചിട്ടുള്ളത്. ഇത് അയ്യപ്പൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രസാദമാണിത് എനിക്ക് കൊടുത്തയച്ചിരിക്കുന്നത്. പിന്നെ അരവണ കൊടുത്തയച്ചിട്ടുണ്ട്, 1 2 3 അരവണ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ പഴനി പോയിട്ടുണ്ടായിരുന്നു. ആ മലയ്ക്ക് പോയി വന്നതിന് ശേഷം അച്ഛൻ പിറ്റേ ദിവസം തന്നെ പഴനി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പ്രസാദം ഭയങ്കര ഇഷ്ടമാണ്, പഞ്ചാമൃതം എനിക്കിഷ്ടമാണത്. അപ്പോൾ അക്കി കൊടുത്തയച്ചിരിക്കുക 2 കുപ്പി 2 ബോട്ടിൽ പഞ്ചാമൃതം കൊടുത്തയച്ചിരിക്കുകയാണ്. പിന്നെ ഇത് അമ്മ ചക്കുളത്തുകാവ് പൊങ്കാലിടാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. അമ്മയും അമ്മമാരെല്ലാവരും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച പ്രസാദം അതും കൊടുത്തയച്ചിട്ടുണ്ടാക്കി. ഇത്ര പ്രസാദങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. ഇനി ഈ സഞ്ചിയിൽ ഞാനതൊന്ന് കീറി നോക്കിയപ്പോൾ ഇതെന്താണെന്നറിയില്ല. നോക്കി എനിക്ക് രായിപ്പൊടിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വല്യമ്മ അമ്മയ്ക്ക് രായിപ്പൊടി കൊടുത്തതിട്ടാണ് അത് ഇക്ക് കൊടുത്തയച്ചിരിക്കുന്നത്, മനസ്സിലായ? ഇത് പൊളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, നോക്കട്ടെ. ഇതിൽ അപ്പങ്ങളായിരുന്നു കേട്ടോ. ഈ അപ്പം മലയിലത്തെ അപ്പല്ലേ പ്രസാദം, അതാണ് എനിക്ക്. ഈ അപ്പം ഉണ്ടെങ്കിൽ പിന്നെ ചോറൊന്നും വേണ്ട, ദിവസം ഉള്ള ഇതിങ്ങനെ കട്ടിയുള്ളതാവണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് തീരണ വരെ ചോറ് ഇതൊന്നും തിന്നില്ല, ഇതെന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നിച്ചിട്ടല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വായിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിക്ക് കൊടുത്തയച്ചിരിക്കുന്നു. അച്ഛൻ പോയി വരുമ്പോഴും ഉണ്ട്, അതുപോലെ തന്നെ വല്യമ്മയുടെ മോനും വരുമ്പോഴേക്കും കൊടുത്തയച്ചിട്ടുണ്ട്. അതിലെ പത്ത്. പിന്നെ ഈ നുറുക്കില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് അമ്മ ഭയങ്കരമായിട്ട് ടാപ്പിട്ടിട്ട് ഒട്ടിച്ചിരിക്കുന്ന, നല്ല പൊട്ടിക്കാൻ നല്ല പാടുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇടയ്ക്ക് ഇതാവുകയാണ്, പിന്നെ കാറ്റ് ഇവിടെ നിന്ന് കേടിയല്ലോ വെച്ചിട്ട് ഞാൻ അത് പൊട്ടിക്കാത്ത കേട്ടോ. നുറുക്കാണിത്. ഇത് ചക്കുളത്തുകാവിന്ന് വാങ്ങിച്ചതാണിത്. അവിടെ നുറുക്ക് അനിയത്തിക്ക് വാങ്ങിച്ചപ്പോൾ എനിക്കൊരു വാങ്ങിച്ചിട്ട് ഇപ്പോൾ കൊടുത്തയച്ചിരിക്കുക അമ്മ. ഇതൊക്കെ എത്ര സാധനങ്ങളാണ് എനിക്കിപ്പം കൊടുത്തയച്ചിട്ടുള്ള ആൾ, മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ പുറത്തു പോകുമ്പോൾ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഓരികളിങ്ങനെ എടുത്ത് വയ്ക്കും. ഞാൻ അങ്ങനെ വരുന്നതിനൊക്കെ അടുപ്പിച്ചിട്ടാകുമ്പോൾ അമ്മ ചോദിക്കും എത്രാം തീയതി ഇങ്ങനെ വരിക, ദീപാവലിക്ക് അടുത്തന്നെ എത്രാം തീയതി കുട്ടികളുടെ സ്കൂളിൽ കൂട്ടുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഡപ്പയിലാക്കി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആൾ ചോദിക്കും. ഞാൻ പറയാം അമ്മ അത് കേട് വരും, ആർക്കെങ്കിലും ഒരു കൊടുത്തോളുണ്ട്, ഇക്ക വേണ്ട, അല്ലെങ്കിൽ ഞാൻ വന്നതിൻ്റെ ശേഷം നമുക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറയും. ഇക്കാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും ഒന്നിനും നേരമില്ലാത്തൊരു സ്ഥിതിയാണ്. നമ്മളിങ്ങനെ വെക്കേഷനൊക്കെ പോകുമ്പോൾ 100 കാര്യങ്ങളുണ്ടാവില്ലേ, അത് കാരണം അപ്പോൾ ഒന്നും ഉണ്ടാക്കാനോ കഴിക്കാനില്ല. അപ്പോൾ എപ്പോഴും അമ്മയുടെ പരാതിയാണ്, കണ്ണ് നിറച്ച് കാണാൻ പറ്റില്ല എന്നിങ്ങനെ പറയും അമ്മ. നമുക്ക് മൂഡ് അങ്ങനെ എന്തെങ്കിലും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദിവസം അമ്മയ്ക്കും വിളിക്കും, അതുപോലെ തന്നെ എന്താ പറയുക അമ്മിണിക്കുട്ടിക്കും വിളിക്കും. അപ്പോൾ അമ്മിണിക്കുട്ടി ആയാലും അതെ, അമ്മ ആയാലും അതെ, പെട്ടെന്ന് ക്യാച്ച് ആയിരിക്കും
മൂഡിന് വലിയ സങ്കടം മനസ്സിൽ എന്തെങ്കിലും നമുക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ പറയില്ല. ഇനിയിപ്പോൾ പനിയോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളൊന്നും പറയില്ലല്ലോ. അപ്പം ഞാനൊന്നും പറയില്ലേ, വീട്ടിൽ വിളിച്ച് അവരെ അറിയിക്കണ്ടല്ലോ എന്ന് പിന്നെ അവർ ടെൻഷൻ അടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പറയലില്ല. അപ്പോൾ എൻ്റെ ശബ്ദം മാറി കഴിഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവും രണ്ടമ്മമാർക്കും, എൻ്റെ ബയോളജിക്കലിൻ്റെ അമ്മയ്ക്കും അതുപോലെ എൻ്റെ അമ്മിണിക്കുട്ടിക്കും പെട്ടെന്ന് മനസ്സിലാവും. അമ്മിണിക്കുട്ടി ചോദിക്കും എന്ത് പറ്റി ചോദിക്കും, എൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ ഇരിക്കണ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാ പറയേ, നമ്മുടെ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടാന്ന് ചോദിക്കും അമ്മിണിക്കുട്ടി. അതുപോലെ തന്നെ അമ്മ ചോദിക്കാം എന്തേയും കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തേ വെയ്യേ, പനിക്കുണ്ടാ, ജലദോഷം ഉണ്ടാ, വെയ്യായിക ഉണ്ടാ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ അമ്മ ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യാം. പിന്നെ എല്ലാവരും കണ്ടില്ലേ അമ്മയ്ക്ക് കൊടുത്തു വെച്ച സാധനങ്ങൾ. അതുപോലെ തന്നെ അമ്മ ആരെങ്കിലും വരുമ്പോൾ ഈ ഉണക്ക മീനൊക്കെ ഇഷ്ടമാണ്, മാന്തൽ, ഉണക്കലല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആരെങ്കിലും ഭാഗത്ത് കൊടുത്തയക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനും പോയി വരുമ്പോൾ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഞാൻ കൊണ്ടുവരും. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് അമ്മ ചെയ്യും. ഞാൻ കൊടുത്തയച്ചിട്ട് എങ്ങനെ ഇരിക്കും എന്നോട് ചോദിക്കുക, ആരെങ്കിലും വരാണ്ട എന്തെങ്കിലും കൊടുത്തയക്കാൻ കഴിയുന്നത് ഞാനില്ല, വേണ്ടെന്ന് പറയുള്ളൂ. എന്നാലും ആരെങ്കിലും അത്ര എൻ്റെ മാമൻ്റെ മോനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമോ, മേമ്മയുടെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരിടത്ത് കൊടുത്തയക്കാം അമ്മ. ഇതാ ചെയ്യുക. എന്നോട് പറയില്ല, എന്നോട് പറയുമ്പോൾ പറയും ഒത്തിരി ഇതുള്ളൂ, ഒന്നുമില്ല, അവർക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷെ കൊടുത്തയക്കുമ്പോൾ ഒരു സംഖ്യയ്ക്ക് കൊടുത്തയക്കും. ഞങ്ങളുടെ മക്കൾ തന്നെ വരുന്നത്, അനിയത്തിരൊക്കെ മക്കൾ എൻ്റെ അടുത്ത് വരുമ്പോൾ കൊടുത്തയക്കണതാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം അമ്മ പറയുള്ളൂ, പക്ഷേ എനിക്ക് തോനെ സാധനങ്ങൾ കൊടുത്തയക്കും ഇതുപോലെ. അങ്ങനെയാണ്. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, എല്ലാവരും നാട്ടിൽ നിന്ന് പുറത്ത് പോയി നിൽക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും സ്ഥിതി ഇതുപോലൊക്കെ തന്നെയല്ലേ. എന്താ പറയുക, എല്ലാവർക്കും അമ്മമാരും ഇങ്ങനെ കുഞ്ഞു സാധനമൊക്കെ എടുത്തിട്ട് കൊടുത്താക്കിണ്ടാവൂല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സങ്കടമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.